വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം 8 നോമ്പാണ്. 8 നോമ്പ് നമ്മുടെ സഭ, മലങ്കര ഓർത്തഡോക്സ് സഭ, ആ സഭയുടെ അംഗീകരിച്ച സഭയുടെ പ്രഖ്യാപിത നോമ്പുകളിലൊന്നാണോ എന്നാണ് ഇന്നത്തെ ചിന്താ വിഷയം. ആദ്യം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരെ നമ്മൾക്കൊന്ന് പരിചയപ്പെടാം. ഇത് ജോഷുവ. അദ്ദേഹം സൺഡേ സ്കൂൾ അധ്യാപകനാണ്. വളരെ വർഷങ്ങളായി സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. പാളയം പള്ളി അംഗമാണ്. കോര, അദ്ദേഹവും ഈ പറയുന്നത് പോലെ പഴയ ഒരു സൺഡേ സ്കൂൾ അധ്യാപകനാണ്. അദ്ദേഹവും പാളയം പള്ളിയിലെ ഇടവക അംഗമാണ്. ഇവർ രണ്ടുപേരും വിരമിച്ച സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു. അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒട്ടേറെ ചർച്ചകളാണ് നടന്നത്. അപ്പോൾ ഈ ചർച്ചകളിലെല്ലാം മുഴങ്ങിക്കേൾക്കുന്നത് ഈ നോമ്പ് സഭ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പം അതല്ലേ വാസ്തവം. പിന്നെ എന്തുകൊണ്ട് സഭ ഇത് ആചരിക്കാൻ അല്ലെങ്കിൽ ഈ നോമ്പ് വലിയ രീതിയിൽ ആഘോഷിക്കാൻ സഭ അനുവദിക്കുന്നു? പല പള്ളികളിലും ഇന്ന് നമ്മുടെ സഭയിലെ ഓർത്തഡോക്സ് സഭയിലെ ഏകദേശം 99% പള്ളികളിലും 8 നോമ്പ് ആചരിക്കുന്നുണ്ട്. വലിയ ആഘോഷമായിട്ടാണ് നോമ്പുകൾ ആചരിക്കുന്നത്. ഈ അടുത്ത ദിവസം തന്നെ പല പള്ളികളിലെ നോട്ടീസ് കണ്ടപ്പോൾ നമ്മുടെ സഭയിലെ പിതാക്കന്മാരാണ്, നമ്മുടെ തിരുമേനിമാരാണ് 8 ദിവസവും കുർബാനകൾ ചൊല്ലുന്ന പള്ളികളുമുണ്ട്. അപ്പം അത് സഭ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? സഭാപിതാക്കന്മാർ തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെയാണോ? ഇത് യഥാർത്ഥത്തിൽ നമുക്ക് കാനോനികമായിട്ട് 5 നോമ്പാണുള്ളത്. ഈ 5 നോമ്പിനും കൊടുക്കാത്ത ഒരു പ്രാധാന്യം മണർകാട് പള്ളിയിൽ നിന്ന് ആരംഭിച്ച ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ നമ്മുടെ അച്ഛന്മാരത് ഏറ്റെടുത്ത ഒരു ധനാഗമ മാർഗമായിട്ട് കൊണ്ടുപോകും. അച്ഛന്മാർ നേരത്തെ ഏറ്റെടുത്തെങ്കിൽ ഇപ്പോൾ മെത്രാപ്പോലീത്തമാരും അതിൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. അതായത് നമ്മുടെ വിശ്വാസപരമായി നോക്കുമ്പോൾ നമ്മൾ ജന്മദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന ഒറ്റ നോമ്പ് മാത്രമാണ്. ബാക്കി 4 നോമ്പുകളും മരണത്തോടനുബന്ധിച്ചുള്ളതാണ്. അതായത് ഇവിടെ മരിക്കുമ്പോൾ സ്വർഗത്തിൽ ജനിക്കുന്നു എന്നുള്ള കൺസെപ്റ്റാണ് അതിനകത്ത്. അപ്പം അതുകൊണ്ട് അതിന് കൊടുക്കാത്ത ഒരു പ്രാധാന്യം ഈ മാതാവിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള നോമ്പായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. അപ്പം അങ്ങനെ നമ്മുടെ വിശ്വാസമല്ല. അമലോത്ഭവം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം കത്തോലിക്ക സഭയിൽ നമ്മൾ ആകമാന സുറിയാനി സുന്നതോസുകളൊക്കെ കൂടിയിട്ട് വിശ്വാസ പ്രമാണമൊക്കെ ഉണ്ടാക്കി ലോകത്തുള്ള നാനാ സ്ഥലത്തുള്ള പിതാക്കന്മാരെയെല്ലാം വിളിച്ചു കൂട്ടി നമ്മുടെ വിശ്വാസം ക്രോഡീകരിച്ചിട്ടുള്ളത് അതായത് സുന്നതോസുകളുടെ അടിസ്ഥാനത്തിലാണ്. പ്ലമെന്തിയായാലും ക്രിസ്തുനാപ്പോലീസിലും എഫേസോസിലും വെച്ച് കൂടിയ ആ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ വിശ്വാസ പ്രകടനത്തിൻ്റെ അടിസ്ഥാനം. ആ സുന്നതോസുകളിലോ അല്ലെങ്കിൽ അത് 431 ആ സുന്നതോസുകളൊക്കെ അവസാനിച്ചു. അതിനുശേഷം 1854 കത്തോലിക്ക സഭ പിയൂസ് 9 മാർപ്പാപ്പായുടെ കാലത്താണ് 1854 ഡിസംബർ മാസം 8-ാം തീയതിയാണ് ഇങ്ങനൊരു വിശ്വാസം അതായത് ഉടലെടുക്കുന്നതും പിന്നെ മാർപ്പാപ്പായുടെ സ്വാധീനത്തിൽ അതിന് എതിരായിട്ട് പിന്നെ ഡൊമിനിക്കൻ പിന്നെ സന്യാസിമാരൊക്കെ ഭയങ്കരമായിട്ട് എതിർത്തെങ്കിലും മാർപ്പാപ്പയുടെ ഒരു സ്വാധീനത്തിൽ
അത് നിലവിൽ വന്നു. കത്തോലിക്ക സഭയുടെ വിശ്വാസമാണ്. അപ്പോൾ ആ ഒരു വിശ്വാസം, അതായത് എന്താ അമലോത്ഭവത്തിൻ്റെ വിശ്വാസം, അതായത് ഗർഭത്തിൽ ഉരുവായപ്പോൾ തന്നെ പരിശുദ്ധയായിരുന്നു, ജന്മഭാവം എന്ന് പറയുന്നത് മാതാവിനില്ലായിരുന്നു, ഇതാണ് വിശ്വാസം. പക്ഷേ അതായത് അവർ അതായത് സ്ത്രീയും പുരുഷനും, അതായത് അവരുടെ അപ്പനും അമ്മയും അതായത് സംയോഗത്താൽ ഒന്നിച്ച് കൂടിയതിൻ്റെ ഫലമായിട്ടാണ് അവർ ജനിച്ചതെന്നും അതുകൊണ്ട് ജന്മനാ ഉള്ള, അതായത് ആദാമ്യ പാപത്തിൽ നിന്നും അവർക്ക് മോചനമില്ല എന്നുമാണ് നമ്മുടെ വിശ്വാസം. അപ്പം അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മളതിനകത്ത് വിശ്വസിക്കുന്നില്ല അമലോത്ഭവത്തിൽ. അതുകൊണ്ട് തന്നെ ജന്മദിനവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന ഈ പെരുന്നാൾ അല്ലെങ്കിൽ ഈ നോമ്പ്, അതുപോലെ തന്നെ നമ്മുടെ ആൾക്കാർ തന്നെ പിന്നെ ഉപവാസം, എല്ലാ 8 ദിവസവും കുർബാനയുണ്ട്. ഈ വിശുദ്ധ കുർബാന കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോമ്പില്ല. ഉച്ച വരെയും അത് ഉപവസിക്കുന്ന ആളുകളുണ്ട്. രാവിലെ കുർബാന കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ നമുക്ക് നോമ്പില്ല. നമ്മുടെ വിശ്വാസം അനുസരിച്ചതാണ്. ഭൂരിഭാഗം ആളുകളും രാവിലെ കുർബാനയ്ക്ക് വരുമ്പോൾ, വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ കഴിച്ചിട്ട് വരുന്ന ഒരുപാട് പേരുണ്ട്. അത് അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഈ മറ്റ് ശാരീരിക അസ്വസ്ഥതകളും അസുഖങ്ങളും ഒക്കെ ഉള്ളവർക്ക് രാവിലെ ചിലപ്പോൾ മരുന്നും ഗുളിയൊക്കെ കഴിക്കണം. ആഹാരം കഴിച്ചിട്ട് കുർബാനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. അപ്പൊ കുർബാന കഴിഞ്ഞ് രാവിലെ ആഹാരം കഴിച്ചിട്ട് അവർ വരുന്നു, കുർബാനയിൽ പങ്കെടുക്കുന്നു, വീണ്ടും ഉച്ചയ്ക്ക് ആഹാരം കഴിക്കുന്നു, വൈകിട്ട് ആഹാരം കഴിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞു, അതായത് ഉപവസിച്ച് നോമ്പ് നോക്കുന്നവരുണ്ട്. ഉപവസിച്ച് നോമ്പ് നോക്കുന്നവർ വളരെ കുറച്ചുണ്ട്. ഞാൻ പറഞ്ഞത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതും തെറ്റാ. കാരണം ഉച്ചവരെ അതായത് ഉപവസിക്കേണ്ട കാര്യമില്ല. കാരണം രാവിലെ വിശുദ്ധ കുർബാന അനുഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നോമ്പ് തീർന്നു, അതിനുശേഷം ഭക്ഷണം കഴിക്കാം. അപ്പം അത് തന്നെ തെറ്റാണ്. അപ്പം മറ്റ് നോമ്പുകൾക്ക് കൊടുക്കാത്ത ഒരു പ്രാധാന്യം പുരോഹിതന്മാർക്ക് ധനാഗമ മാർഗമായിട്ട് ഇതിനെ കൊണ്ടാടിക്കൊണ്ട് നടക്കുന്നു എന്ന് പറയരുത്. അതിനെ ഞാൻ അത്ര അങ്ങോട്ട് അംഗീകരിക്കുന്നില്ല. കാരണം പുരോഹിതർക്ക് ഒരു വരുമാന മാർഗം എന്നുള്ളത് പുരോഹിതന്മാരെ മൊത്തത്തിൽ അത് അടച്ചാക്ഷേപിക്കുന്നതിന് തുല്യമാണ്. നമ്മുടെ പല പള്ളികളിൽ ഞാൻ കണ്ടുവരുന്നത് പള്ളി കമ്മിറ്റികളും പള്ളി പൊതുയോഗങ്ങളും കൂടി തീരുമാനിക്കുകയാണ് നമ്മളുടെ പള്ളിയിലെ ആഘോഷങ്ങളൊക്കെ എങ്ങനെ നടത്തണമെന്ന്. ഒരു വർഷത്തെ ബഡ്ജറ്റൊക്കെ തീരുമാനിക്കുമ്പോൾ നമ്മൾ പൊതുയോഗമാണ് തീരുമാനിക്കുന്നത്. ഇന്ന നോമ്പ് ഇത്ര ദിവസം ഇന്ന ആളുകളെയൊക്കെ വിളിച്ച് നടത്തണം, അല്ലെങ്കിൽ ഇങ്ങനെ ആഘോഷകരമായി നടത്തണമെന്നൊക്കെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അങ്ങനെയാണ് പല പള്ളികളിലും, പല ഒട്ടുമിക്ക പള്ളികളിലും ഭരണ മാനേജിംഗ് കമ്മിറ്റിയാണ് പലതും തീരുമാനം. പക്ഷെ അച്ഛനെയും കൂടെ ഉൾപ്പെടുത്തി അച്ഛനെ ചുമതലപ്പെടുത്തുന്നു. അവിടുത്തെ വികാരി അതിന് വേണ്ട മറ്റ് ഗസ്റ്റുകളെയൊക്കെ വിളിക്കുകയും അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ സഭയുടെ പിതാക്കന്മാരെയൊക്കെ വിളിക്കുകയും അത് ആഘോഷം അത് നല്ല രീതിയിൽ ആക്കി എടുക്കാൻ അവർ ശ്രമിക്കുന്നു എന്നുള്ളത് ഒഴിച്ചാൽ പള്ളിയിലെ ഭരണം മൊത്തം നടത്തുന്നത് ഭരണസമിതിയല്ലേ. അവര് അതിനൊരു ബഡ്ജറ്റ്, ഒരു കൃത്യമായ ഒരു തുക ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുന്നു. അങ്ങനെയല്ലേ. അല്ലാതെ അച്ഛന്റെ അല്ലെങ്കിൽ അവിടുത്തെ വികാരിയുടെ പോക്കറ്റിൽ നിന്ന് കാശ് കൊടുത്തല്ലല്ലോ, കാശെടുത്ത് കൊടുത്താണോ പിന്നെ അദ്ദേഹം ഒരു മേൽപ്പട്ടക്കാരനെയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു തിരുമേനിമാരെ ആരെങ്കിലും ഒക്കെ കൊണ്ടുവരികയോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വിശുദ്ധ കുർബാന അനുഷ്ഠിക്കാനോ അല്ലെങ്കിൽ പ്രസംഗിക്കാനോ ഒക്കെ പുറത്തുനിന്ന് ആളുകളെയൊക്കെ കൊണ്ടുവരുന്നത് ഒരിക്കലും വൈദികരുടെ അല്ലെങ്കിൽ വികാരിയുടെ പോക്കറ്റിൽ നിന്ന് കാശെടുത്തല്ല. അവിടെ മാനേജിംഗ് കമ്മിറ്റി അതെല്ലാം ചെയ്യുന്നത്. പിന്നെ പള്ളി കമ്മിറ്റി എന്തിനാ? അപ്പൊ അത് പറഞ്ഞ ഒരു വാക്കിനോട് ഞാൻ യോജിക്കുന്നില്ല. ഞാൻ പറഞ്ഞ ഇപ്പോഴത്തെ പുരോഹിതന്മാരുടെ കാര്യം മാത്രമല്ല, എന്നാണ് തുടങ്ങിയത് അടുത്ത കാലത്ത് ഒരു 25 വർഷത്തിനകത്താണ്. അതിന് മുമ്പൊന്നും ഈ 8 നോമ്പെന്ന് നമ്മൾ അതായത് കേട്ടിട്ടുണ്ടെന്നല്ലാതെ നമ്മുടെ ഒരു പള്ളികളിലും ആചരിച്ചിരുന്നില്ല. അല്ല, അതിനകത്ത് അന്നത്തെ തുടങ്ങി വെച്ചു. അത് അതിന്റെ പിൻഗാമികൾ തുടർന്ന് അത്രേ ഉള്ളൂ. അതല്ല, പണ്ട് പോലെ ഇത് മണ്ണറാട് പള്ളിയില് വലിയൊരു ആഘോഷമാണ്. എന്റെ കൊച്ചുനാളിലൊക്കെ ചെറുപ്പകാലത്തൊക്കെ മണ്ണറാട് പള്ളിയിൽ ഞാൻ പോയിട്ടുണ്ട്. അവിടെ വലിയൊരു ആഘോഷമായിട്ടാണ് അവിടെ. അത് അന്നും ഇന്നും മണ്ണറാട് പള്ളിയെ സംബന്ധിച്ച് ഇത് പള്ളി പെരുന്നാള്, വിശുദ്ധ 8 നോമ്പും മാതാവിന്റെ പെരുന്നാളുമാണ് അവിടെ ആഘോഷിക്കുന്നത്. അതിനെ ഒന്ന് നമ്മൾ അത് എത്രയോ വർഷമായിട്ട്, അത് നമ്മൾ 25 വർഷമായിട്ട് 25 വർഷങ്ങൾക്കുള്ളിൽ നമ്മുടെ പള്ളികളിൽ ആചരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പം ആയിരിക്കാം. എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എനിക്ക് അറിയില്ല. പക്ഷേ ഞാൻ എൻ്റെ കുഞ്ഞുനാൾ മുതൽ, എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുന്ന മണർകാട് പള്ളി പെരുന്നാൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വികാരമാണ്. നമ്മുടെ ഒരു നിങ്ങളുടെ പള്ളിയിലുണ്ടായിരുന്നോ? എന്റെ പള്ളിയില് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കത് ഓർമ്മയില്ല. എത്ര വർഷങ്ങൾക്ക് ഉള്ളിലാണ് തുടങ്ങിയെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എന്റെ പള്ളിയിൽ ഇപ്പോഴും 8 നോമ്പ് ആചരിക്കുന്നുണ്ട്.
പ്രധാനമായും മാതാവിന്റെ പേരിലുള്ള പള്ളികളിലാണ് ഇത് വലിയ പ്രാധാന്യത്തോടുകൂടി ഈ ആഘോഷിക്കുന്നത്. പക്ഷേ മറ്റു പള്ളികളിലും ഇതിപ്പം എനിക്ക് തോന്നുന്നു 99%, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 99% പള്ളികളിലും എട്ടുനോമ്പ് ആചരിക്കുന്നുണ്ട്. അതൊരു തെറ്റാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അങ്ങനെ അഭിപ്രായം കോരസാറിനുണ്ടോ? കാനോനികമായി പറഞ്ഞാൽ 8 നോയമ്പ് ഓർത്തഡോക്സ് സഭ അംഗീകരിക്കുന്നില്ല. അത് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയിൽ മാത്രമല്ല, ഓറിയൻ്റൽ ഓർത്തഡോക്സ് ചർച്ചസ് ഓൾ ഓവർ ദി വേൾഡ്, കൂടാതെ റഷ്യ, ഉക്രൈൻ, അർമീനിയ, എത്യോപ്യ, സെർബിയ, ജോർജിയ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊന്നും 8 നോമ്പ് ആചരിക്കുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. അതിന് പ്രധാന കാരണം നാം ഓർത്തഡോക്സ് അതിനകത്ത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയോ അല്ലെങ്കിൽ ഒരു നിയമ സംവിധാനത്തിൽ അല്ലെങ്കിൽ ഒരു ചട്ടക്കൂട്ടിനുള്ളിൽ നിന്നോ അല്ലല്ലോ ഈ നോമ്പുകളൊക്കെ ആചരിക്കുന്നത്. പറയാം. അങ്ങനെ ആചരിക്കാൻ തുടങ്ങിയാല് ഇപ്പം ഒന്നും നടക്കുകയില്ല. അതിനെക്കുറിച്ച് പറയാം. നമ്മൾ ഓർത്തഡോക്സ് വിശ്വാസം അനുസരിച്ച് നമ്മൾ ഈ മുമ്പേ പറഞ്ഞതുപോലെ 5 നോയമ്പാണ് നമുക്ക് പ്രഖ്യാപിതമായിട്ടുള്ളത്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരേ ഒരു ജന്മദിനം ആഘോഷിച്ച് നോമ്പ് വീടുന്ന ഒരു സംവിധാനം നമുക്കുള്ളത് കർത്താവിന് ജന്മം മാത്രമാണ്. ഞാൻ എൻ്റെ തമാശ ചോദിച്ചോട്ടെ, നിങ്ങളുടെ രണ്ടുപേരുടെയും വീടുകളിൽ സ്ത്രീജനങ്ങൾ അവര് ഈ നോമ്പ് ആചരിക്കുന്നില്ലേ? അവർക്ക് ഈ നോമ്പിന്റെ വിശ്വാസമില്ലേ? നോയമ്പ് പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നോയമ്പായിട്ട് അവർ ഞാനീ പറഞ്ഞ അപ്പൊ ഞാൻ തിരിച്ചൊന്ന് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഈ നോമ്പ് ആചരിക്കുന്നത് നമ്മുടെ സഭയില് അല്ല, നമ്മുടെ സഭയില് മാത്രമല്ല, ഇത് കൂടുതലും പിന്നെ സ്ത്രീജനങ്ങളാണ്. അപ്പൊ ഞാൻ എൻ്റെ കാഴ്ചപ്പാട് അനുസരിച്ച് നാം ഫോളോ ചെയ്യുന്ന ഈ ഹുദായ കാനൂൻ അതിനകത്ത് ഈ 8 നോയമ്പ് എന്നുള്ള ഒരു നോയമ്പിനെ ആചരിക്കുന്നതായിട്ട് കാണുന്നില്ല. കാരണം ഓർത്തഡോക്സ് വിശ്വാസം അനുസരിച്ച് ഒരു ആൾ പരിശുദ്ധിയിലേക്ക് പ്രവേശിക്കുന്ന വർണ്ണത്തിൽ കൂടിയാണ്. അതാണ് ഏറ്റവും കൂടുതൽ സഹോദരന്മാരെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു സഭയാണ് ഓർത്തഡോക്സ്. നമ്മൾ കൂടുതൽ സഹോദരന്മാർ കത്തോലിക്ക സഭയിലുണ്ട്, പക്ഷേ സഹോദരന്മാരെ എന്നും ഓർക്കുന്ന ഒരു സഭയാണ് ഓർത്തഡോക്സ് സഭ. അതിൻ്റെ പുറയിലേക്ക് കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ കന്യകമറിയാം എന്ന കർത്താവിൻ്റെ മാതാവ് ഒരു യഹൂദ പാരമ്പര്യത്തിൽ ജനിച്ച ഒരു സാധാരണ സ്ത്രീയായിരുന്നു. യുവാഗിൻ്റെയും ഹന്നായുടെയും മകളായി ജനിച്ച കന്യകമറിയാം ജീവിത വിശുദ്ധിയാൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട കന്യകയാണ്. ദൈവത്തിനെ വഹിക്കുവാൻ വേണ്ടി ഷി വാസ് ചോസൺ ബൈ ദ ഗോഡ്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട കന്യകമറിയാമിലേക്ക് ഗബ്രിയേൽ മാലാഖ ദൈവദൂതനെ അയച്ചു. കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം എന്നാണ് ആദ്യത്തെ വാക്ക്. ഈ കൃപ എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് വേർഡിൻ്റെ സുറിയാനി ഭാഷയിൽ തൈബൂസോന്നാണ്. അപ്പോൾ ആ കൃപ നിറഞ്ഞവളെ എന്നുള്ള ആ വാക്ക് അത് ഇന്ന് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഓർത്തഡോക്സ് സഭ. കത്തോലിക്ക സഭയിലേക്ക് അത് മാറുമ്പോൾ അത് നന്മ നിറഞ്ഞവളെ എന്നാകും. ബട്ട് ദ ഒറിജിനൽ ട്രാൻസ്ലേഷൻ ഫ്രം ദ ഗ്രീക്ക് ഈസ് കൃപ. ആ കൃപ നിറഞ്ഞവളെ എന്ന് പാടുമ്പോൾ എന്ന് ദൂതൻ ആ സന്ദേശം കൊടുക്കുമ്പോൾ അപ്പോൾ തന്നെ ഗർഭത്തിൽ ഉരുവായി. അതാണ് നമ്മുടെ പ്രാർത്ഥനയിൽ ഒരു പാട്ടിനകത്ത് പ്രത്യേകം പറയുന്നത്, കർണത്താൽ അവനെ കൈക്കൊണ്ടു പേറി എന്ന അത് കർണത്താൽ അവനെ കൈക്കൊണ്ടു. ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ അതിനെക്കുറിച്ചൊക്കെ ഗവേഷണം നടത്തുന്നുണ്ട്. അതൊരു ഗ്രീക്ക് മിഥോളജിയുടെ ഭാഗമാണോ അല്ലയോ എന്നുള്ളത് അവർക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു. എന്തായാലും ആ കർണത്താൽ അവനെ കൈക്കൊണ്ട ആ സന്ദേശം കൊടുക്കുന്ന ഗബ്രിയേൽ മാലാഖ കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം എന്ന് പറയുമ്പോൾ ഗർഭത്തിൽ ഉരുവായി. ആ കന്യക സാധാരണക്കാരിയായിരുന്ന ആ കന്യകമറിയാമിനെ പരിശുദ്ധയായ ഒരു മെസ്സേജ് ആയിരുന്നു ഗബ്രിയേൽ മാലാഖ കൃപ നിറഞ്ഞവളെ എന്ന് കൊടുത്തതിന് ശേഷമാണ് കന്യകമറിയാം പരിശുദ്ധിയായിട്ട് മാറുന്നത്. അതിനുശേഷം കന്യകമറിയാം അനുഭവിച്ച യാതനയെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ ചരിത്രത്തിൽ ഒരുപാടിലധികം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരും ഉയർത്തപ്പെട്ടില്ല ഇതുപോലെ, അതിനാൽ സ്പഷ്ടം മറിയാമയെ പോലെ ആരും താഴ്ത്തപ്പെട്ടിട്ടില്ല. ഇത് ചരിത്രപരമായിട്ട് ആളുകൾ വൈതാക്കന്മാർ പാടിയതാണ്. എന്നാൽ ഗബ്രിയേൽ മാലാഖ ഈ സന്ദേശം കൊടുത്തതിനെ വീണ്ടും നമ്മുടെ നമസ്കാര ക്രമത്തിൽ കൃത്യമായിട്ട് തന്നെ അതിനെ വലിയ പിതാക്കന്മാർ അതിനെ
അല്ല അതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. അത് ഉണ്ട്. അതിനകത്ത് ഒരു പ്രത്യേകത, കന്യാമറിയാമേ ശ്ലോമോ നിന്നോട് ചൊന്ന അത്യുന്നതാഥൻ നീവേരൻ രാജേശ്വരനെ പ്രസവിച്ചിടും മേഴ്ചവന സൃഷ്ടികൾ തൻ പ്രജയാമറിയവേ വാഴ്വഴുമേ കന്യക പ്രസവിച്ചോൾ നീ സൗഭാഗ്യവതി. അപ്പോൾ ഇത്രയും വലിയ ഒരു സ്ഥാനം ഈ കിട്ടിയ കന്യാമറിയാമിന് ഇതെവിടുന്ന് സഭ ഇതിനെ എങ്ങനെ ക്രോഡീകരിച്ചു കൊണ്ടുവന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവിൻ്റെ അർദ്ധ സഹോദരനായ ഊർശലേമത്തെ ഒന്നാമത്തെ പ്രധാനാരനും പുണ്യവാനും സഹതായുമായ യാക്കോബിൻ്റെ തക്സ ഉപയോഗിക്കുന്ന നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വിശുദ്ധ കുർബാന ആരംഭിക്കുമ്പോൾ തുടങ്ങുന്നത് എന്താ? നിന്നെ പ്രസവിച്ച മാതാവും നിന്നെ മാമോദീസ മുക്കിയ യോഹന്നാനും എന്ന് പറഞ്ഞ് തുടങ്ങുന്നു. പ്രതിവാക്യമായിട്ട് നിന്മാതാവും ശുദ്ധന്മാരും എന്നിവർ തൻ പ്രാർത്ഥനയാൽ എന്ന് അവസാനിച്ച് ആ പ്രതിവാക്യം തീരുന്നു. അപ്പോൾ കന്യാമറിയാമിന് നമ്മുടെ സഭ നൽകുന്ന ആ ഒരു വലിയ സ്ഥാനം, അത് കത്തോലിക്കാ സഭ നമ്മൾ ഒരു പ്രാവശ്യം സ്വർഗസ്ഥനായ പിതാവേ എന്ന് ചൊല്ലിയതിന് ശേഷം കന്യാമറിയാമിനോടുള്ള പ്രാർത്ഥനയും അപേക്ഷയും നമ്മൾ നടത്തുന്നു. കത്തോലിക്കാ സഭയിലാണ് സ്വർഗസ്ഥനായ പിതാവിന് ശേഷം 10 പ്രാവശ്യം വരെ നടത്തുന്നതാണ്. കൃപ നിറഞ്ഞവളെ, അവർ നന്മ നിറഞ്ഞവളെ എന്ന് പറയും, നമ്മൾ കൃപ നിറഞ്ഞവളെ എന്ന് പറയും. അപ്പോൾ ഇത്ര മാത്രം വേദപുസ്തകം സഭയും ആചാരക്രമങ്ങളും എല്ലാം ആചരിക്കുന്ന കന്യാമറിയാമിൻ്റെ ജന്മദിനം സെപ്റ്റംബർ 1 മുതൽ 8 വരെ നടത്തുക എന്നുള്ളത് ഓർത്തഡോക്സ് വിശ്വാസം തെറ്റാണെന്ന് ഞാൻ ആവർത്തിച്ച് പറയാൻ കാരണം, മരണത്തിൽ കൂടി പരിശുദ്ധയായ കന്യാമറിയാമിന് ജന്മത്തിൽ ഒരു വലിയ പ്രാമുഖ്യം നൽകാൻ സഭയ്ക്ക് സാധ്യമല്ല. അതുകൊണ്ടായിരിക്കണം സഭ ഈ പറഞ്ഞ ആവശ്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞിട്ട് സുന്നോദോസ് കൂടി നമുക്ക് തീരുമാനിക്കാവുന്ന കാര്യമല്ല 8 നോയമ്പിൻ്റെ ആചരണം. ഇത് ഊതായ കാലമനുസരിച്ച് നമ്മൾ ഫോളോ ചെയ്ത് വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സഭയ്ക്ക് അല്ലാതെ ഒരു നിലപാടെടുക്കാൻ പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ടാവണം. പക്ഷേ വിശ്വാസം അനുസരിച്ച് 8 നോയമ്പ് കന്യാമറിയാമിൻ്റെ ജനനം നമ്മൾ ആഘോഷിക്കേണ്ടതില്ല.